ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ മലയാളം ആദ്യത്തെ പാഠം കനകച്ചിലങ്കയിൽ വരുന്ന ഒരു ഭാഗമാണ് ഒളിച്ചുകളി. അപ്പോൾ പാഠഭാഗത്തേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, ഒപ്പം ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. നമുക്ക് നോക്കിയാലോ. ഒളിച്ചുകളി. ഒളിപ്പിക്കാനും ഒളിപ്പിച്ചു വെച്ചത് കണ്ടെത്താനും എല്ലാവർക്കും ഇഷ്ടമാണ്. നിങ്ങൾക്കും ഒളിച്ചു കളിക്കാൻ ഇഷ്ടമല്ലേ മക്കളെ? ആണല്ലേ? നിങ്ങൾ എല്ലാവരും ഒളിച്ചു കളിച്ചിട്ടില്ലേ? ഉണ്ട്. കവിതയിലും ചിലത് ഒളിപ്പിച്ചു വെക്കലുണ്ട്. നമ്മളിനി വായിക്കാൻ പോകുന്ന കവിതയിലും ഒന്ന് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതിന്റെ ഉത്തരം നിങ്ങൾ കണ്ടെത്തണം, എന്താണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്ന്. അത് കണ്ടെത്തൽ രസകരമാണ്. നമ്മൾ കടങ്കഥകൾ വായിച്ചിട്ടില്ലേ? പഠിച്ചിട്ടുമുണ്ടല്ലേ? നമുക്ക് ഈ പാഠത്തിൽ കുമാരനാശാന്റെ പുഷ്പവാടി എന്ന കൃതിയിൽ നിന്നെടുത്ത കവിതയുടെ കുറച്ച് ഭാഗം തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് വായിക്കാം. എന്നിട്ട് ആരെക്കുറിച്ചാണ് ഈ കവിത കണ്ടെത്തൂ എന്ന് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് കണ്ടെത്തുകയും വേണം. നമുക്ക് കവിത വായിക്കാം. തളിർത്തുലഞ്ഞു നിന്നിടും തരുക്കൾ തന്റെ ശാഖയിൽ കൊളുത്തി നീണ്ട നൂലുരശ്മി പോലെ 4 ഭാഗവും കുളത്തിനുള്ളു കാണുമർക്കബിംബമൊത്തു കാറ്റിലീ വെളുത്ത കണ്ണി വെച്ചെഴും വിചിത്ര രൂപനാരിവൻ. ഒന്നുകൂടി വായിക്കാം. തളിർത്തുലഞ്ഞു നിന്നിടും തരുക്കൾ തന്റെ ശാഖയിൽ കൊളുത്തി നീണ്ട നൂലുരശ്മി പോലെ 4 ഭാഗവും കുളത്തിനുള്ളു കാണുമർക്കബിംബമൊത്തു കാറ്റിലീ വെളുത്ത കണ്ണി വെച്ചെഴും വിചിത്ര രൂപനാരിവൻ. ആരാണ് ഈ വിചിത്ര രൂപനെന്ന് നമുക്ക് കണ്ടെത്തണം. വിചിത്ര രൂപൻ എന്നാൽ അർത്ഥം എന്താണ് മക്കളെ? അത്ഭുതകരമായ രൂപമുള്ളവൻ. അവൻ ആരാണോ അവനെ നമുക്ക് കണ്ടെത്തണം. നമുക്ക് കവിതയുടെ ആശയം എന്ന് പറഞ്ഞാലോ. തളിർത്തുലഞ്ഞു നിന്നിടും തരുക്കൾ തന്റെ ശാഖയിൽ. എന്താണ് തരുക്കൾ? മരങ്ങൾ. തൻ്റെ ശാഖയിൽ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? തൻ്റെ കൊമ്പിൽ, മരങ്ങളുടെ കൊമ്പിൽ തളിർത്തുലഞ്ഞു നിന്നിടും. പുതിയ ഇലകൾ വന്ന് ഉലഞ്ഞ് കാറ്റിലാടിക്കളിക്കുന്ന ഇലകളിൽ നിന്നിടും. കൊളുത്തി നീണ്ട നൂലുരശ്മി പോലെ 4 ഭാഗവും. അപ്പോൾ ആ മരത്തിൻ്റെ കാറ്റിലാടിക്കളിക്കുന്ന പുതിയ ഇളമിലകൾ വന്ന ആ മരത്തിൻ്റെ ശാഖയിൽ എന്താണ്? കൊളുത്തി നീണ്ട നൂല് പോലെ ആണ് 4 ഭാഗവും എന്നാണ് പറയുന്നത്. അവിടെ നിന്നും നൂലുകൾ 4 ഭാഗത്തേക്കും പോയിരിക്കുന്നു. അപ്പോൾ നീണ്ട നൂലുരശ്മി പോലെ 4 ഭാഗവും പോയിരിക്കുന്നു. പിന്നെന്താണ് പറയുന്നത്? കുളത്തിനുള്ളു കാണും അർക്കബിംബമൊത്തു കാറ്റിലി. കുളത്തിന്റെ ഉള്ളിൽ കാണുന്ന അർക്കബിംബം എന്ന് വെച്ചാൽ എന്താണ്? അർക്കൻ എന്നാൽ സൂര്യൻ. സൂര്യന്റെ ബിംബം പോലെ. സൂര്യന്റെ ബിംബം എങ്ങനെയാണോ കുളത്തിൽ കാണുന്നത് അതുപോലെ കാറ്റിലാടി നിൽക്കുന്ന വെളുത്ത കണ്ണി വെച്ചെഴും വിചിത്ര രൂപനാരിവൻ. വെളുത്ത കണ്ണികളാൽ പരസ്പരം കോർത്ത് വെച്ചിരിക്കുന്ന വിചിത്ര രൂപൻ. ആരാണിത്? വിചിത്ര രൂപൻ, അത്ഭുതകരമായ രൂപമുള്ളവൻ, വെളുത്ത കണ്ണി വെച്ചെഴുന്നത്. വെളുത്ത കണ്ണികൾ പോലെയുള്ള നൂലുകൊണ്ട് വല നെയ്തെടുക്കുന്നവൻ ആരാണ്? ചിലന്തിയാണല്ലേ? അപ്പോൾ വിചിത്ര രൂപനെ നമ്മൾ കണ്ടുപിടിച്ചു. ആരാണ് അത്ഭുതകരമായ രൂപമുള്ളവൻ? ചിലന്തിയാണല്ലേ? ചിലന്തിയാണ് നൂലുകൊണ്ട് വലയുണ്ടാക്കുന്നത്. നമുക്ക് കവിതയുടെ ആശയം ഒന്ന് പറഞ്ഞു നോക്കാം. തളിരിട്ട ആടിയാടി നിൽക്കുന്ന മരക്കൊമ്പ്, അതിൽ രശ്മി പോലെ 4 ഭാഗത്തേക്ക് നീണ്ട നൂല് കൊളുത്തിയിട്ടിട്ടുണ്ട്. അത് കാണുമ്പോൾ കുളത്തിനുള്ളിൽ നിഴലിച്ചു നിൽക്കുന്ന സൂര്യബിംബം പോലെയുണ്ട്. കാറ്റത്താടുന്ന വെളുത്ത വല വിരിച്ചാണ് ഇരിക്കുന്നത്. കൗതുകം തോന്നുന്ന ആകൃതിയുള്ളവൻ ഇവൻ ആരാണ്? ആരാണിവനെന്ന് കണ്ടെത്തിയല്ലേ? ആരാണ്? എട്ടുകാലി, ചിലന്തി എന്നും പറയുമല്ലേ? പാഠഭാഗ ചോദ്യങ്ങൾ നോക്കാം. കവിത താളമിട്ട് ചൊല്ലൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ താളമിട്ട് ചൊല്ലുമല്ലോ. താഴെ കൊടുത്ത വാക്കുകളുടെ അർത്ഥം നിഘണ്ടു നോക്കി കണ്ടെത്തൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. തളിർത്ത് എന്താണ് അർത്ഥം? പുതിയ ഇലകൾ വന്ന്. ഉലഞ്ഞ് കാറ്റിൽ ആടി. തരുക്കൾ മരങ്ങൾ. ശാഖ കൊമ്പ്. രശ്മി വെളിച്ചം. അർക്കൻ സൂര്യൻ. ബിംബം രൂപം. വിചിത്രം അത്ഭുതകരമായ. രൂപൻ ഉള്ളവൻ. വിചിത്ര രൂപൻ എന്താണ്? അത്ഭുതകരമായ രൂപമുള്ളവൻ. അടുത്ത ചോദ്യം നോക്കൂ. കവിതയ്ക്ക് എന്തു പേരിടും? കവിതയിൽ നിന്ന് കിട്ടിയ എന്തെല്ലാം സൂചനകളാണ് പേര് കണ്ടെത്താൻ സഹായിച്ചത്? ടീച്ചറോടും കൂട്ടുകാരോടും പറയൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കവിതയ്ക്ക് കൊടുക്കാവുന്നതാണ്. കുമാരനാശാൻ എന്ന് കൊടുത്തിരിക്കുന്ന പേര് തോട്ടത്തിലെ ചിലന്തി എന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഞാൻ കുറച്ച് പേരുകൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. എന്നിട്ട് എന്തെല്ലാം സൂചനകളാണ് പേര് കണ്ടെത്താൻ സഹായിച്ചതെന്ന് പറയുകയും വേണം.
അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ഭാഗവുമായി കാണാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.